ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോപ്പ് ഓൺലി PSCയിലേക്ക് ഞാൻ ഇതെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കറണ്ട് അഫെയറിന്റെ അടുത്ത ക്ലാസ്സുമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ദിവസം നമ്മൾ കറണ്ട് അഫെയറിന്റെ ക്ലാസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 10 കറണ്ട് അഫെയർ വെച്ചിട്ട് നമ്മളുടെ ആ കറണ്ട് അഫെയറിന്റെ എന്താ പറയാ എമൗണ്ട് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരികയാണ്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ മറ്റു ക്ലാസ്സുകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അതെല്ലാം നമ്മളിപ്പോ തന്നെ അപ്ലോഡ് ചെയ്യും. നമ്മൾ മലയാളത്തിലെ എന്താ പറയാ വിപരീത പദം കുറച്ച് ക്ലാസ്സുകളും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും നമ്മൾ മലയാളം കംപ്ലീറ്റ് ആക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പറ്റുമോ നോക്കാം അല്ലെ? പറ്റുന്നുണ്ടാവും, കാരണം ഡിസംബർ ലാസ്റ്റ് വരെ സമയമുണ്ടല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ കറണ്ട് അഫെയറിന്റെ നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. എല്ലാവരും കഴിഞ്ഞ 4 കറണ്ട് അഫെയറിന്റെ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നോക്കൂ, 2024 ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ് കേട്ടോ. നമ്മൾ കേരള റിലേറ്റഡ് ആയ കറണ്ട് അഫയേഴ്സുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ കേരളമാണ് അതിന്റെ ഉത്തരം. എന്താണ്? 2024 ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. ക്ലിയർ. നെക്സ്റ്റ്, 2024 ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനം ഏതാണ്? അതും കേരളം തന്നെയാണ്. 2024 ജനുവരിയിലാണ് ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന ഉത്തരവ് കേരള സംസ്ഥാനം പുറത്തിറക്കിയത്. ക്ലിയർ. നെക്സ്റ്റ്, ഫിഷറീസ് വകുപ്പിന്റെ ആദ്യ മത്സ്യ വിഭവ റെസ്റ്റോറന്റ് ആണ് കേരള സീ ഫുഡ് കഫേ. എന്താണ്? കേരള സീ ഫുഡ് കഫേ. ഫിഷറീസ് വകുപ്പിന്റെ ആദ്യ മത്സ്യ വിഭവ റെസ്റ്റോറന്റ് ആയ ഈ കേരള സീ ഫുഡ് കഫേ നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരമാണ്. ഓക്കെ, എവിടെയാണ് നിലവിൽ വന്നത്? തിരുവനന്തപുരം ജില്ലയിലാണ് എന്ത് നിലവിൽ വന്നത്? കേരള സീ ഫുഡ് കഫേ. തിരുവനന്തപുരം ജില്ലയിലെ ആഴാക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ആഴാക്കുളം. ഫിഷറീസ് വകുപ്പിന്റെ ആദ്യ മത്സ്യ വിഭവ റെസ്റ്റോറന്റ് കേരള സീ ഫുഡ് കഫേ നിലവിൽ വന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. എവിടെയാണ്? ആഴാക്കുളത്ത്. ഓക്കെ, നെക്സ്റ്റ്, സംസ്ഥാനത്തെ ആദ്യ തുളസീവനം ആരംഭിച്ചത് എവിടെയാണ് ആരംഭിച്ചത്? കോന്നി ഇക്കോ ടൂറിസത്തിലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ തുളസീവനം ആരംഭിച്ചത് കോന്നി ഇക്കോ ടൂറിസം. ക്ലിയർ. നെക്സ്റ്റ്, സംസ്ഥാനത്ത് പൊതുമേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് സ്ഥാപിച്ചത്. പൊതുമേഖലയിലുള്ള ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് സംസ്ഥാനത്ത് സ്ഥാപിച്ചത് എവിടെയാണ്? RCC തിരുവനന്തപുരം, അതായത് റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരത്ത് ഇല്ലേ? റീജിയണൽ ക്യാൻസർ സെന്റർ അവിടെയാണ് നമ്മുടെ സംസ്ഥാനത്തെ പൊതുമേഖലയിലെ ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് സ്ഥാപിച്ചത് എന്ന് ഓർത്തു വെക്കാം. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ ഏതാണ്? കൊട്ടാരക്കരയാണ് കേട്ടോ. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ എന്ന് ചോദിച്ചാൽ കൊട്ടാരക്കര എന്നാണ് ഉത്തരം. നെക്സ്റ്റ്, കെ സ്മാർട്ട് വഴി അതിവേഗം ആദ്യ കെട്ടിട പെർമിറ്റ് ലഭ്യമാക്കിയത് ആരായിരുന്നു? കോഴിക്കോട് കോർപ്പറേഷൻ ആണ് കേട്ടോ. എന്താണ്? കോഴിക്കോട് കോർപ്പറേഷൻ ആണ് കെ സ്മാർട്ട് വഴി എന്ത് ചെയ്തത്? ആദ്യ അതിവേഗ കെട്ടിട പെർമിറ്റ് ലഭ്യമാക്കിയത് കോഴിക്കോട് കോർപ്പറേഷൻ. ഓക്കെ, കേരളത്തിൽ തന്നെ പഞ്ചായത്ത് തലത്തിലെ ടീമിൽ ടെന്നീസിൽ പരിശീലനം നൽകുന്ന ക്ലബ്ബ് ഏതാണെന്ന് ചോദിച്ചാൽ VPR മുഴുപ്പിലങ്ങാട്. അവിടുത്തെ ക്ലബ്ബാണ് കേട്ടോ. അതെവിടെയാ? മുഴുപ്പിലങ്ങാട് ബീച്ച് എവിടെയാന്നൊക്കെ അറിയുണ്ടാവും. കണ്ണൂരാണ്. VPR മുഴുപ്പിലങ്ങാട്. ഓക്കെ, നെക്സ്റ്റ്, സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാല ആകാനൊരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കേരള കലാമണ്ഡലമാണ് സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാല ആകാനൊരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനം. ക്ലിയർ. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തേതാണ് പ്രൊഫഷണൽ ബോക്സിങ്ങിന് വേദിയായത് എവിടെയാണ്? ഹരിപ്പാട് ചെപ്പാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെയാണ്. ഈ ചെപ്പാടിലൂടെയാണ് NH 66 കടന്നു പോകുന്നത് കേട്ടോ.
അപ്പൊ ഹരിപ്പാട് ചെപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിങ്ങിന് വേദിയായത് ഏതാണെന്ന് ചോദിച്ചാല് പറയാനുള്ള ഉത്തരം. ഓക്കെ, അപ്പൊ അത്രയും ഭാഗം ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. അപ്പൊ ഒന്ന് നോക്കുക, 2024 ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. 2024 ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനം കേരളം. നെക്സ്റ്റ്, ഫിഷറീസ് വകുപ്പിന്റെ ആദ്യ മത്സ്യ വിഭവ റെസ്റ്റോറന്റായ കേരള സീ ഫുഡ് കഫേ നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരം. എവിടെയാണ് തിരുവനന്തപുരത്ത്? ആഴാകുളം. ഓക്കെ, സംസ്ഥാനത്തെ ആദ്യ തുളസീവനം ആരംഭിച്ചത് എവിടെയാ? കോന്നി ഇക്കോ ടൂറിസം ആണ് സംസ്ഥാനത്ത് ആദ്യ തുളസീവനം ആരംഭിച്ചത്. നെക്സ്റ്റ്, സംസ്ഥാനത്ത് പൊതുമേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് സ്ഥാപിച്ചത് റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം. ഓക്കെ, റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ ഏതാണെന്ന് ചോദിച്ചാൽ കൊട്ടാരക്കര. കെ-സ്മാർട്ട് വഴി അതിവേഗം ആദ്യ കെട്ടിട പെർമിറ്റ് ലഭ്യമാക്കിയത് ഏത് കോർപ്പറേഷനാണ്? കോഴിക്കോട് കോർപ്പറേഷനാണ്. നെക്സ്റ്റ്, കേരളത്തിൽ തന്നെ പഞ്ചായത്ത് തലത്തിൽ ടീമിൽ ടെന്നീസിൽ പരിശീലനം നൽകുന്ന ക്ലബ് ഏതാന്ന് ചോദിച്ചാൽ കണ്ണൂരുള്ള VPR മുഴുപ്പിലങ്ങാട് എന്ന് പറഞ്ഞ ക്ലബാണ്. ഓക്കെ, നെക്സ്റ്റ്, സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാല ആകാനൊരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനം ഏതാടോ? കേരള കലാമണ്ഡലം. ഓക്കെ, നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിങ്ങിന് വേദിയായത് ഹരിപ്പാട് ചെപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ 10 കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അത്രയും നല്ല പോസ്റ്റ് ആണ്. അത് മാത്രമല്ല, എല്ലാവർക്കും മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, KS വിളിക്കും എന്ന് നമ്മളുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ സെക്രട്ടേറിയറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന അതേ എഫേർട്ട് തന്നെയാണ് നമുക്ക് KS. കാരണം ഫസ്റ്റ് KSന്റെ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതായത് അത് നല്ല നിലവാരമുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ എല്ലാ ഡിഗ്രി പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും അതേ നിലവാരം അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിലവാരം നിലനിർത്തിയ എക്സാമുകളാണ്. അപ്പൊ അതുകൊണ്ട് KSനും നമുക്ക് എന്താ പറയാ എക്സാം എഴുതാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്, അല്ല എന്താ പറയാ ഫസ്റ്റത്തെ ഒരു ചുവടുവെപ്പാണ് എന്നൊക്കെ നമുക്ക് എന്തിനെ പറയാൻ പറ്റും? ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ. അപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നേടുക, അതോടൊപ്പം തന്നെ പഠനം നിർത്താതെ പഠിച്ച് KSലേക്കും എൻട്രി ചെയ്യാം. അപ്പൊ എല്ലാവർക്കും നന്നായി പഠിക്കാനും നന്നായി പെർഫോം ചെയ്യാനും ഒക്കെ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വരാൻ പോകുന്ന വർഷം വളരെ വളരെ സന്തോഷമുള്ളതാവട്ടെ. അതായത് നിങ്ങളുടെ ഡ്രീം എന്താണോ അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഒരു വർഷം ആവട്ടെ വരുന്ന വർഷം എന്നുകൂടി ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു.